വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. എന്താണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്? നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് എൻഡ് ഉണ്ട്, അതാണ് പ്രസന്റേഷൻ, യൂസർ കാണുന്ന ഭാഗം, അതാണല്ലോ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ബാക്ക് എൻഡ് ഉണ്ടാവും. നമുക്ക് ബാക്ക് എൻഡ് എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ് ലോജിക് പ്രോസസ്സ് ചെയ്യുന്ന ഭാഗമാണ് ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫ്രണ്ട് എൻഡ് ചെയ്യുന്നത് HTML, CSS, ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിന്റെ CSSന്റെ ഒക്കെ ഫ്രെയിം വർക്കുകളൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഫ്രണ്ട് എൻഡ് ചെയ്യുന്നത്. ബാക്ക് എൻഡ് നമുക്ക് ഒരുപാട് ബാക്ക് എൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഉണ്ട്, PHP, പൈത്തൺ, ജാവ, അങ്ങനെ ഒരുപാട് ലാംഗ്വേജുകളുണ്ട്. ഫ്രണ്ട് എൻഡിലായാലും ബാക്ക് എൻഡിലായാലും നമ്മൾ വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻസ് ഉപയോഗിച്ച് കാൽക്കുലേഷൻസ് നടത്തും. യൂസർ ലോഗിൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്റ്റുഡന്റിന്റെ എൻട്രി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് ലോജിക് ഒക്കെ നടത്തും. അപ്പോൾ ബാക്ക് എൻഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ചെറിയ ഡാറ്റാസ് കുറഞ്ഞ സമയത്തേക്ക് ആ പ്രോസസ് ചെയ്യുന്ന സമയത്തേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത് ആ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് കമ്പ്യൂട്ടറിന്റെ റാമിലാണ്, അതായത് വോളറ്റൈൽ മെമ്മറി. അവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത ഡാറ്റ നമ്മൾ ആ പ്രോഗ്രാം എക്സിറ്റ് ആവുന്നതോടുകൂടെ അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ക്ലോസ് ആവുന്നതോട് ആ ഡാറ്റ അവിടെ നിന്ന് മിസ്സാവും, അവിടെ നിന്ന് ക്ലിയർ ചെയ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡാറ്റ അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു സിസ്റ്റം ഉണ്ട്, നമ്മളൊരു സിസ്റ്റത്തിൽ കുറെ യൂസേഴ്സ് ലോഗിൻ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ അതൊരു e-commerce വെബ്സൈറ്റ് ആവാം. ഒരുപാട് പ്രോഡക്ട്സ് നമ്മൾ ലിസ്റ്റ് ചെയ്യണം, ഒരുപാട് യൂസേഴ്സ് ലോഗിൻ ചെയ്തിട്ട് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യും. അപ്പൊ ഇതിന്റെയൊക്കെ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഡാറ്റാബേസ് ഉപയോഗിക്കുന്നത്. ഡാറ്റാബേസ് എന്ന് പറയുന്നത് പെർമനന്റ് ഡാറ്റ സ്റ്റോറേജ് ആണ്. പെർമനന്റ് ആയിട്ട് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്. ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവുന്ന സമയത്ത് അയാൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യും. ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്തിട്ട് അതിനുശേഷം ബാക്ക് എൻഡും ഡെവലപ്പ് ചെയ്യും. ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ഡാറ്റ എക്സ്ചേഞ്ച് ഉണ്ടാവും. അതേപോലെ തന്നെ ബാക്ക് എൻഡ് ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഡാറ്റാബേസ് വഴിയായിരിക്കും. ഡാറ്റാബേസിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യും, ഡാറ്റാബേസിൽ നിന്ന് റീഡ് ചെയ്യും. അങ്ങനെയാണ് ആ ഡാറ്റയാണ് ബാക്ക് എൻഡ് പ്രോസസ് ചെയ്തിട്ട് ഫ്രണ്ട് എൻഡിലേക്ക് കൊടുക്കും. ഡാറ്റാബേസ് മെയിൻലി രണ്ട് ടൈപ്പ് ആണുള്ളത്. ഒന്ന് റിലേഷണൽ ഡാറ്റാബേസും രണ്ടാമത്തെ നോൺ റിലേഷണൽ ഡാറ്റാബേസും. റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ആ ഡാറ്റാബേസിലുള്ള ഡാറ്റയ്ക്ക് റിലേഷൻ ഉണ്ടാവും. ഒരു ഡാറ്റയ്ക്ക് മറ്റൊരു ഡാറ്റയായിട്ട് റിലേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള ഡാറ്റാബേസുകളാണ് റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പൊ റിലേഷണൽ ഡാറ്റാബേസിന് നമ്മൾ SQL എന്നും നോൺ റിലേഷണൽ ഡാറ്റാബേസിനെ NoSQL എന്നും വിളിക്കും. അതിൽ SQL എന്നത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, അതായത് ഡാറ്റാബേസ് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് SQL, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. റിലേഷണൽ ഡാറ്റാബേസിന് എക്സാമ്പിൾസ് ആണ് MySQL, MariaDB, PostgreSQL, Oracle, IBM DB2, മൈക്രോസോഫ്റ്റ് SQL സെർവർ. ഇതൊക്കെ റിലേഷണൽ ഡാറ്റാബേസിന് എക്സാമ്പിൾ. ഇനി നോൺ റിലേഷണൽ ഡാറ്റാബേസിന് എക്സാമ്പിൾസ് ആണ് MongoDB, Apache CouchDB, Cassandra, Amazon DynamoDB, Azure CosmoDB, Google Firestore. ഇതൊക്കെ NoSQLന് എക്സാമ്പിൾസ് ആണ്. നമ്മളൊരു ഡാറ്റാബേസ് മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്ന പേരാണ് RDBMS, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അതേപോലെ നമ്മൾ ഏതൊരു കമ്പനി ആയാലും അവിടെ ഡാറ്റാബേസ് മാനേജ് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ ആണ് DBA അല്ലെങ്കിൽ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയായിരിക്കും ഒരു ഡാറ്റാബേസ് ഉണ്ടാവുക നോക്കാം. നമ്മൾ സാധാരണ ഒരു എക്സലോ അല്ലെങ്കിൽ ഗൂഗിളിന്റെ സ്പ്രെഡ്ഷീറ്റോ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു എക്സൽ ഷീറ്റ് കിട്ടും അല്ലെ. ഇതൊരു ഷീറ്റാണ്. ഈ ഒരു ഷീറ്റിൽ നമുക്ക് റോസ് ഉണ്ട്. ഇവിടെ നമ്പർ ഇട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റോസിന്. പിന്നെ അതേപോലെ കോളംസ് ഉണ്ട്. കോളംസ് യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റേഴ്സിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് ഡാറ്റാബേസിൽ വരുന്നത്. ഇവിടെ നമ്മൾ സ്പ്രെഡ്ഷീറ്റിൽ ഒന്നിലധികം ഷീറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഒരു ഡാറ്റാബേസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ഓരോ ഷീറ്റും ടേബിൾസ് എന്ന് പറയും. അതായത് ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ നമ്മൾ ഓരോ ടേബിളാണ് സ്റ്റോർ ചെയ്യുക. അതായത് നമുക്ക് പ്രൊഡക്റ്റിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ടേബിൾ ഉണ്ടാക്കിയിട്ട് അതിൽ സ്റ്റോർ ചെയ്യും. ഓർഡേഴ്സ് എന്ന് പറയുന്നത് വേറെ ടേബിളിൽ സ്റ്റോർ ചെയ്യും. യൂസേഴ്സ് എന്ന് പറയുന്നത് വേറെ ടേബിളിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെ ഒരുപാട് ടേബിൾസ് ഉണ്ടാവും. അങ്ങനെ ഓരോ ടേബിൾസിനും സ്പ്രെഡ്ഷീറ്റിൽ ഉള്ളതുപോലെ തന്നെ റോസ് ഉണ്ടാവും. റോസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ എൻട്രി, അതായത് ഒരു പ്രൊഡക്റ്റിനുള്ള ആ ഒരു എൻട്രി, പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനുള്ള ആ ഒരു എൻട്രി ആണ് ഒരു ലൈൻ, അതായത് ഒരു റോ എന്ന് പറയുന്നത്. അതിന് ഇതേപോലെ തന്നെ യുണീക്ക് ആയിട്ട് ID ഉണ്ടാവും. ആ ഒരു പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യുണീക്ക് ആയിട്ട് ID ഉണ്ടാവും. ഇനി ഓരോ കോളംസും ഐഡന്റിഫൈ ചെയ്യുന്നത് ഓരോ ഡാറ്റയാണ്. ആ ഓരോ എൻട്രിക്ക് പ്രോഡക്റ്റ് ആണെങ്കിൽ പ്രോഡക്റ്റിന്റെ നെയിം ഉണ്ടാവും, പ്രോഡക്റ്റിന്റെ വെയിറ്റ് ഉണ്ടാവും, പ്രോഡക്റ്റിന്റെ പ്രൈസ് ഉണ്ടാവും, ടാക്സ് ഉണ്ടെങ്കിൽ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാവും. അപ്പൊ ഓരോന്നും ഓരോ കോളത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത്. SQL ലാംഗ്വേജിനെ മെയിൻ ആയിട്ട് നമ്മൾ 3 തരത്തിൽ തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡാറ്റ
ഡാറ്റ ഡെഫിനിഷൻ, അതായത് ഡാറ്റാബേസും ടേബിൾസും ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു മെത്തേഡിനാണ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. പിന്നെ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്കൊരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷനാണ് ഡാറ്റ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഡാറ്റ കൺട്രോൾ, ഏതൊക്കെ യൂസേഴ്സിന് ഈ ഒരു ഡാറ്റ ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനൊക്കെ പെർമിഷൻ ഉണ്ട് എന്നുള്ള ഒരു പെർമിഷൻ കൺട്രോൾ ചെയ്യുന്നതാണ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. റിലേഷണൽ ഡാറ്റാബേസുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് NoSQL ഡാറ്റാബേസുകൾ റിലേഷൻ ഇല്ലാതെ ഡാറ്റ സ്റ്റോർ ചെയ്യും. അതായത് ഒരു ജേസന്റെ സെയിം കൺസെപ്റ്റിൽ ബീസൺ എന്ന് പറയുന്ന മെത്തേഡിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അത് സ്കാറ്റേർഡ് ആയിരിക്കും, അതായത് ഒരു ഡാറ്റയ്ക്ക് മറ്റൊരു ഡാറ്റയ്ക്ക് റിലേഷൻ ഉണ്ടാവില്ല. അങ്ങനെയായിരിക്കും NoSQL ഡാറ്റാബേസുകൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്.